നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ കാലവർഷം ശക്തമാവുകയാണ്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ മഴക്കെടുതി ഇപ്പോൾ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്നത്. ക്യാമ്പുകളിൽ കഴിയുന്നവരുൾപ്പെടെയുള്ളവരുടെ ആശങ്ക വർദ്ധിക്കുകയാണ്. കാരണം അടുത്ത 2 ദിവസം കൂടി മഴ പെയ്യും, സംസ്ഥാനത്ത് വ്യാപകമായി മഴ പെയ്യുമെന്ന മുന്നറിയിപ്പാണ് വരുന്നത്. ഇതിനോടനുബന്ധിച്ച് കാലാവസ്ഥാ കേന്ദ്രം പുറത്തുവിടുന്ന ചില കണക്കുകൾ സത്യത്തിൽ ആശങ്കയുണ്ടാക്കുന്നതാണ്. അത് ഇതുവരെ പെയ്ത മഴയുടെ കണക്കാണ്. ഔദ്യോഗിക കണക്ക് പ്രകാരം ഓഗസ്റ്റ് മാസം ലഭിക്കേണ്ട മുഴുവൻ മഴയുടെയും ഏതാണ്ട് പകുതിയിലധികം 51% ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ ലഭിക്കേണ്ടുന്ന മഴയുടെ ഏതാണ്ട് പകുതിയോളം ഈ കഴിഞ്ഞ 5-ാം തീയതിക്കുള്ളിൽ പെയ്തിറങ്ങിക്കഴിഞ്ഞു എന്ന വാർത്തയാണ് ഇപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് സംസ്ഥാനത്താകെ 51% ഈ മാസം ലഭിക്കേണ്ട മഴയുടെ 51% ആദ്യ 5 ദിവസം കൊണ്ട് പെയ്തിറങ്ങിയിരിക്കുന്നു. ഇനി ഈ മാസം 25-26 ദിവസങ്ങൾ ബാക്കി കിടക്കുന്നു എന്ന കണക്കാണ് ഇപ്പോൾ ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നത്. അതായത് ജില്ലകൾ എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ നിരവധി ജില്ലകളിൽ ഈ 50%ഒന്നുമല്ല, കൂടുതൽ മഴ പെയ്തിറങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്തൊട്ടാകെ ശരാശരി കണക്കാണ് 51% എന്നത്. എന്നാൽ ജില്ലകൾ തിരിച്ചു പരിശോധിച്ചാൽ പത്തനംതിട്ടയിൽ 88% മഴ, ഓഗസ്റ്റ് മാസം ലഭിക്കേണ്ടതിൻ്റെ 88%വും പത്തനംതിട്ടയിൽ പെയ്തിറങ്ങി. നമുക്കറിയാം പത്തനംതിട്ടയുടെ പല ഭാഗങ്ങളും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ് എന്ന കാര്യം നമുക്കറിയാം. അതിൻ്റെ കാരണം ഇതാണ്. ഈ മാസം ലഭിക്കേണ്ട മഴയുടെ ഏതാണ്ട് 88%വും ആദ്യ 5 ദിവസം കൊണ്ട് പത്തനംതിട്ടയിൽ പെയ്തിറങ്ങിയിരിക്കുന്നു. തിരുവനന്തപുരം ആണ് മറ്റൊരു പ്രധാനപ്പെട്ട ജില്ല എന്നത്. 84% മഴ പെയ്തിട്ടും തിരുവനന്തപുരം ജില്ലയിൽ കാര്യമായ വെള്ളക്കെട്ടുകളോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കമോ ഇല്ല എന്നുള്ളത് ആശ്വാസകരമാണ്. കോഴിക്കോട് ജില്ലയിൽ 61% മഴ പെയ്തു. കോട്ടയത്ത് അത് 60%, മലപ്പുറത്ത് 58%, കണ്ണൂരിൽ അത് 54%, കൊല്ലത്ത് 51%. ഇത്രയും 7 ജില്ലകളിൽ 51%-ന് മുകളിൽ മഴ പെയ്തിട്ടുണ്ട്. ഈ മാസം ലഭിക്കേണ്ട ആകെ മഴയുടെ 51%-ന് മുകളിൽ പെയ്തിട്ടുണ്ട്. 51-ൽ താഴെ മഴ ലഭിച്ച ജില്ലകൾ ഇവയാണ്. എറണാകുളത്ത് 50% മഴ, പാലക്കാട് 50%, മാഹിയിൽ 57%, ആലപ്പുഴയിൽ 46%, തൃശ്ശൂരിൽ 46%, കാസർഗോഡ് 41%, ഇടുക്കിയിൽ 39%, വയനാട് 30% എന്നിങ്ങനെയാണ് ഈ ജില്ലകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള വിവിധ ജില്ലകളുടെയും അതുപോലെ തന്നെ മാഹിയിലെയും കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ മാസം മുഴുവൻ ലഭിക്കേണ്ട മഴയുടെ സംസ്ഥാന ശരാശരി അനുസരിച്ച് 51%വും പെയ്തിറങ്ങിയിരിക്കുന്നു. ജില്ലാടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴ 88%, ഈ വയനാട് ജില്ലയിൽ 30% എന്ന ഏറ്റവും കുറഞ്ഞ മഴയും പെയ്തിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കും? അടുത്ത 2 ദിവസം കൂടി ഇതേ രീതിയിൽ മഴ തുടരുമെന്ന പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല നാളെ സംസ്ഥാന വ്യാപകമായി വലിയ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന പ്രവചനവും നിലനിൽക്കുകയാണ്. 2 ദിവസം മുമ്പ് ആ പ്രവചനം വന്നതാണ്. അതായത് വെള്ളിയാഴ്ച നാളെ സംസ്ഥാന വ്യാപകമായി അതിതീവ്ര മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുവരെ ഒറ്റപ്പെട്ട ഇടങ്ങളിലാണ് അതിതീവ്ര മഴ കണ്ടിരുന്നതെങ്കിൽ അത് സംസ്ഥാന വ്യാപകമാവുകയാണ് ഈ വെള്ളിയാഴ്ച എന്നതാണ്. വെള്ളിയും ശനിയും ഇപ്പോഴത്തെ പ്രവചനങ്ങൾ അനുസരിച്ച് വലിയ രീതിയിലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരും എന്ന് തന്നെയാണ് ഇന്നത്തെ മഴ മുന്നറിയിപ്പിൽ പറയുന്നത്. 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. തിരുവനന്തപുരത്തെ തീരപ്രദേശത്ത് വലിയ രീതിയിലുള്ള അപകടം പതിയിരിക്കുകയാണ്. കാരണം നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയിൽ ഈ മാസം ലഭിക്കേണ്ടതിൻ്റെ 80%-ലധികം മഴ 5 ദിവസം കൊണ്ട് പെയ്തിറങ്ങി. എന്നിട്ട് പോലും കാലവർഷ കെടുതികൾ, തീർച്ചയായും കൃഷിനാശം, അതുപോലെ തന്നെ ഈ മരങ്ങൾ കടപുഴകിയുള്ള അപകടം, അതോടൊപ്പം തന്നെ പഴയ കെട്ടിടങ്ങൾ തകർന്നു വീഴുക, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കമോ വെള്ളക്കെട്ടുകളോ തിരുവനന്തപുരം ജില്ലയിൽ ഇല്ല എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ പകരം
തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശം അത് വലിയ അപകടക്കെണിയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് വിഴിഞ്ഞത്തും അതുപോലെ തന്നെ ശംഖുമുഖത്തും അതോടൊപ്പം മുതലപ്പുഴയിലുമെല്ലാം മത്സ്യത്തൊഴിലാളികളുടെ അപകടത്തിൽപ്പെട്ട് കാണാതായ സാഹചര്യമുള്ളത്. ഇതിൽ 3 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. അതിൽ രക്ഷാപ്രവർത്തനം അത്ര തൃപ്തികരമല്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. നാട്ടുകാർ ഇതിൽ വലിയ പ്രതിഷേധത്തിലാണ്. കാരണം ആഴക്കടലിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതായത് തീരത്ത് നിന്നും ഒട്ടനവധി ദൂരെ അകലെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അവിടേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കുന്നില്ല, തീരപ്രദേശങ്ങളിൽ മാത്രമാണ് തിരച്ചിൽ നടത്തുന്നത് എന്നൊരു പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. ഈ റെസ്ക്യൂ ബോട്ടുകൾ അടക്കം എത്തിക്കുന്നതിൽ വ്യാപകമായ വീഴ്ചയുണ്ടായിട്ടുണ്ട്. 10-13 മണിക്കൂറുകൾക്ക് ശേഷമാണ് റെസ്ക്യൂ ബോട്ട് അവിടെ എത്തിയത്. അപ്പോഴും റെസ്ക്യൂ ബോട്ടുകൾ 1-2 റൗണ്ട് തിരച്ചിൽ നടത്തിയതിനു ശേഷം കാലാവസ്ഥ പ്രതികൂലമെന്ന് പറഞ്ഞ് തിരച്ചിൽ അവസാനിപ്പിച്ചു എന്ന് നാട്ടുകാർ പരാതി പറയുന്നു. എന്തായാലും അപകടത്തിൽപ്പെട്ട 3ഓളം മത്സ്യത്തൊഴിലാളികളെ ഇപ്പോഴും കാണാനില്ല. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് തീരദേശത്താണ് കടലാക്രമണത്തിനുള്ള സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ വരുന്ന 3 ദിവസം കൂടി മഴ തുടരും എന്നുള്ളതിനാൽ ജാഗ്രത തുടരണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്നും കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഇതിനോടകം തന്നെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ വിലക്ക് തുടരും എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 26 എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കണക്ക്. 26 പേരുടെ ജീവൻ ഈ മഴക്കാലത്ത് നഷ്ടമായിരിക്കുന്നു. കാണാതായ 4 പേർക്കായി തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. 3 അല്ല, കാണാതായത് 4 പേരാണ്. ആ 4 പേർക്കായി തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. 462 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 27,048 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് എന്ന കണക്കുകളും പുറത്തു വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മഴക്കെടുതി അത്ര നിസ്സാരമല്ല. മഴക്കെടുതിയിൽ പ്രളയ സമാനമായ സാഹചര്യം തന്നെ കേരളത്തിലുണ്ട്. 10,000-കണക്കിന് ജനങ്ങൾ ക്യാമ്പുകളിലാണ്. 100 കണക്കിന് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഏകോപനത്തിൻ്റെ അഭാവമുണ്ടെന്നും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ജനങ്ങളുടെ ജീവിതം ദുരിതമാണ് എന്നുമൊക്കെയുള്ള മാധ്യമ വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയരുന്നുമുണ്ട്. എന്തായാലും അടുത്ത 3 മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറുകളിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. മഴക്കെടുതിയെ തുടർന്ന് 6 താലൂക്കുകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല, അതോടൊപ്പം തന്നെ കോഴഞ്ചേരി, ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്, ചെങ്ങന്നൂർ, കാർത്തികപ്പള്ളി, കോട്ടയം ജില്ലയിലെ കോട്ടയം എന്നീ താലൂക്കുകളിലാണ് അവധി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, കോഴിക്കോട് ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും അടുത്ത 3 ദിവസം മഴ തുടരും എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതിൽ തന്നെ നാളെ സംസ്ഥാന വ്യാപകമായി അതിതീവ്ര മഴയുണ്ടാകും. സംസ്ഥാനത്ത് ഈ മാസം ലഭിക്കേണ്ട മഴയുടെ ഏതാണ്ട് 51% പെയ്തിറങ്ങിക്കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തേണ്ട സമയമാണ് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഏത് സാഹചര്യത്തെയും നേരിടാൻ സംസ്ഥാന സർക്കാർ സുസജ്ജമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് സർക്കാർ പ്രതിനിധികളും അറിയിക്കുന്നു.